ഉം. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് ഒരു രാഷ്ട്രീയ തടവുകാരന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അല്ലെങ്കിൽ അവരോടൊന്ന് വെറുതെ പുഞ്ചിരിച്ചാൽ സ്വന്തം ജീവൻ അപകടത്തിലാകുമെന്നൊരവസ്ഥയൊന്ന് സങ്കല്പിച്ചു നോക്കും. നിങ്ങളാണെങ്കിൽ എന്തു ചെയ്യും? ശരിക്കും പറഞ്ഞാൽ സ്വന്തം സുരക്ഷയോർത്ത് അവിടെ നിന്ന് തിരിഞ്ഞു നടക്കാനായിരിക്കും ഭൂരിഭാഗം ആളുകളും ശ്രമിക്കുക, അല്ലേ? അതെ, തീർച്ചയായും. എന്നാൽ സ്വന്തം ജീവൻ അപകടത്തിലാകുമെന്ന് 100% ഉറപ്പുണ്ടായിട്ടും മരണത്തിലേക്ക് നടന്നു പോകുന്നവർക്കു കൂട്ടായി നിൽക്കാൻ തീരുമാനിച്ച രണ്ട് മനുഷ്യരുടെ കഥയാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. ചരിത്രരേഖകളിലൂടെയുള്ള ഈ ആഴത്തിലുള്ള അന്വേഷണത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നാം വളരെ കാലം പിന്നോട്ട്, അതായത് AD 259 ഒരു യാത്ര പോവുകയാണ്. വലേറിയൻ ചക്രവർത്തിയുടെ ഭരണകാലത്തെ ന്യൂമീഡിയയിലേക്ക്. ഇന്നത്തെ വടക്കൻ ആഫ്രിക്കയാണ് ഈ സ്ഥലം. റോമൻ സാമ്രാജ്യത്തിന്റെ ക്രൂരമായ നിയമവ്യവസ്ഥയും മനുഷ്യന്റെ അചഞ്ചലമായ വിശ്വാസവും തമ്മിലുള്ള പോരാട്ടം എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കുക എന്നതാണ് ഈ ചർച്ചയുടെ പ്രധാന ലക്ഷ്യം. നമ്മളിന്ന് പ്രധാനമായും പരിശോധിക്കുന്നത് വിശുദ്ധ മരിയാനസിന്റെയും വിശുദ്ധ ജെയിംസിന്റെയും ചരിത്രരേഖകളാണ്. ശരിയാണ്. ഭയപ്പെടുത്തുന്ന ഒരു ചുറ്റുപാടിൽ മനുഷ്യ മനസ്സ് എങ്ങനെയാണ് പ്രതീക്ഷ കണ്ടെത്തുന്നത് എന്ന് നമുക്കിതിലൂടെ കാണാം. അപ്പോൾ ഈ ഒരു വിഷയത്തിലേക്ക് കടക്കുമ്പോൾ എന്താ പറയാ, വെറുതെ കുറച്ച് സംഭവങ്ങൾ അക്കമിട്ട് പറയുന്നതിന് പകരം എന്തുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ ഭരണകൂടം ഇത്രത്തോളം ക്രൂരമായത് എന്ന് നാം ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലേ? അതെ, അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. AD 258 വലേറിയൻ ചക്രവർത്തിയുടെ നിയമപ്രകാരം ക്രിസ്ത്യൻ പുരോഹിതന്മാരെയും ഡീക്കന്മാരെയും യാതൊരു ദയവുമില്ലാതെ വധിക്കാൻ ഉത്തരവിട്ടിരുന്നു. എന്നാൽ റോമൻ സാമ്രാജ്യം വെറുതെ ഒരു സുപ്രഭാതത്തിൽ ഇറക്കിയൊരു ഉത്തരവായിരുന്നില്ല അത്. അതിനു പിന്നിൽ വലിയൊരു രാഷ്ട്രീയ അജണ്ടയുണ്ടായിരുന്നു. അതായത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അത്രയ്ക്ക് മോശമായിരുന്നോ? വളരെ മോശമായിരുന്നു. അക്കാലത്ത് റോമൻ സാമ്രാജ്യം വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിരുന്നത്. വലിയ സാമ്പത്തിക തകർച്ച, പകർച്ചവ്യാധികൾ, പിന്നെ അതിർത്തികളിലെ നിരന്തരമായ ആക്രമണങ്ങൾ, ഇവയെല്ലാം ജനങ്ങൾക്കിടയിൽ വലിയ അതൃപ്തിയുണ്ടാക്കി. അപ്പോൾ ഭരണകൂടം പരാജയപ്പെടുമ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ ഏകാധിപതികൾ കാലാകാലങ്ങളെ പ്രയോഗിക്കുന്ന ഒരു തന്ത്രമുണ്ടല്ലോ, ഒരു പൊതുശത്രുവിനെ സൃഷ്ടിക്കുക എന്നത്. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. റോമൻ ദൈവങ്ങളെ ആരാധിക്കാൻ വിസമ്മതിച്ച ക്രിസ്ത്യാനികളെ വലേരിയൻ കൃത്യമായി ആ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണം ഈ പുതിയ വിഭാഗം റോമൻ ദൈവങ്ങളെ കോപിപ്പിക്കുന്നതാണ് എന്ന് വരുത്തി തീർക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഓഹോ, അപ്പോൾ അവരെ ഉന്മൂലനം ചെയ്യുന്നത് സാമ്രാജ്യത്തെ രക്ഷിക്കാനുള്ള ഏക മാർഗമായി ചിത്രീകരിക്കുകയാണ് വലേറിയൻ ചെയ്തത്. സാമ്രാജ്യത്തിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ മറച്ചുവെക്കാൻ ഒരു ന്യൂനപക്ഷത്തെ കരുവാക്കി മാറ്റുക. ശരിക്കും ഇന്നത്തെ കാലത്തും നമുക്ക് പരിചിതമായ അതേ രാഷ്ട്രീയ തന്ത്രം. അതെ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഭരണകൂടങ്ങളുടെ തന്ത്രങ്ങൾക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അവിടെയാണ്, അതായത് ന്യൂമീഡിയയിലെ സിർട്ട, ലാംബേസ എന്നീ നഗരങ്ങളിൽ ഈ പീഡനം അതിന്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ കഥാപാത്രങ്ങളെ നാം കണ്ടുമുട്ടുന്നത്. ലാംബെസയിൽ നിന്നുള്ള ജെയിംസും മരിയാനസും. ഇതിൽ ജെയിംസ് ഒരു ഡീക്കനായിരുന്നു. മാത്രമല്ല, അദ്ദേഹം ഇതിനു മുൻപ് നടന്ന ഡെസിയൻ പീഡനങ്ങളെ അതിജീവിച്ച ഒരാൾ കൂടിയായിരുന്നു, അല്ലേ? അതെ, വലേറിയന് മുൻപ് AD 250 ഡെസിയസ് ചക്രവർത്തി നടപ്പിലാക്കിയ ക്രൂരതകളെ അതിജീവിച്ച വ്യക്തിയാണ് ജെയിംസ്. അതായത് അദ്ദേഹം ഇതിനകം തന്നെ ഭരണകൂട ഭീകരതയുടെ ആഘാതങ്ങൾ അല്ലെങ്കിൽ ഒരു വലിയ ട്രോമ അനുഭവിച്ച ആളാണ്. അഥവാ വായനക്കാരനായിരുന്നു എന്നാണ്. കേൾക്കുമ്പോൾ വെറുമൊരു വായനക്കാരൻ എന്ന് തോന്നാമെങ്കിലും ആ കാലത്ത് റോമൻ സാമ്രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ഭീഷണിയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? അത് നമ്മൾ ഇന്നത്തെ രീതിയിൽ ചിന്തിക്കുന്നതുകൊണ്ടാണ്. അക്കാലത്തെ ലെക്ടർ എന്നത് വെറുതെ ഒരു പുസ്തകം നോക്കി വായിക്കുന്ന ആളല്ല. അച്ചടിയന്ത്രങ്ങളില്ലാത്ത കാലമാണെന്ന് ഓർക്കണം. അപ്പോൾ ഈ ലെക്ടർമാരായിരുന്നു അന്നത്തെ മതപരമായ ഗ്രന്ഥങ്ങളുടെയും ആശയങ്ങളുടെയും യഥാർത്ഥ സൂക്ഷിപ്പുകാർ. അതായത് ഒരു ആശയത്തെ ഇല്ലാതാക്കാൻ ആ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ തന്നെ നശിപ്പിക്കണമെന്ന് ഭരണകൂടത്തിന് അറിയാമായിരുന്നു. തീർച്ചയായും. അതുകൊണ്ടാണ് പുരോഹിതന്മാർക്ക് തുല്യമായി അല്ലെങ്കിൽ അവരെക്കാൾ വലിയ ഭീഷണിയായി ലെക്ടർമാരെ റോം കണ്ടത്. ആശയങ്ങൾ പകരുന്നവരെയാണ് ഏകാധിപത്യ സാമ്രാജ്യങ്ങൾ എക്കാലത്തും ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിട്ടുള്ളത്. ശരിയാണ്. അപ്പോ ഈ രണ്ടു പേർ, ജെയിംസും മരിയാനസും, ന്യൂമീഡിയയിലൂടെ യാത്ര ചെയ്യുകയും സിർട്ടയ്ക്ക് സമീപമുള്ള മുഗ്വാസ്
എന്ന സ്ഥലത്ത് തങ്ങുകയും ചെയ്യുന്നു. അപ്പോഴാണ് അവരാ രണ്ടുപേരെ കണ്ടുമുട്ടുന്നത്, അഗാപ്പിയസ്, സെക്കൻഡിനസ് എന്നീ 2 ബിഷപ്പുമാര്. അതെ, ഈ ബിഷപ്പുമാർ നാടുകടത്തപ്പെട്ട ശേഷം വീണ്ടും വിചാരണ നേരിടാൻ പോവുകയായിരുന്നു. റോമൻ കാവൽക്കാരുടെ തടവിലായിരുന്നു അവർ. എന്നിട്ടും മരിയാണസും ജെയിംസും അവർക്ക് അഭയം നൽകുകയും അവരോട് വലിയ ദയ കാണിക്കുകയും ചെയ്യുന്നു. ഇത് സ്വാഭാവികമായും റോമൻ കാവൽക്കാരുടെ ശ്രദ്ധ ആകർഷിക്കുന്നു. ദിവസങ്ങൾക്കു ശേഷം ഒരു സെഞ്ചുറിയന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവരെ 2 പേരെയും അറസ്റ്റ് ചെയ്യുകയാണ്. എനിക്കത് ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നുന്നത്, ഇന്നത്തെ കാലത്തെ അതിശക്തമായ ഒരു നിരീക്ഷണ സംവിധാനമുള്ള ഭരണകൂടത്തെ പോലെയാണ് റോമ അന്ന് പ്രവർത്തിച്ചിരുന്നത് എന്ന. അതെ, ഭരണകൂടത്തിന്റെ കണ്ണുകൾ എല്ലായിടത്തുമുണ്ടായിരുന്നു. അപ്പോൾ ഈ ബിഷപ്പുമാരെ സഹായിച്ചാൽ തങ്ങളുടെ ജീവനും അപകടത്തിലാകുമെന്ന് അവർക്ക് ഉറപ്പായും അറിയാമായിരുന്നിരിക്കണം. ജെയിംസിനാണെങ്കിൽ ആ ക്രൂരതകളെക്കുറിച്ച് നേരിട്ടറിവുള്ളതുമാണ്. എന്നിട്ടും അവർ എന്തിനാകും അതിന് തയ്യാറായത്? അതൊരു വളരെ നിർണായകമായ ചോദ്യമാണ്. കാരണം മരണത്തിലേക്ക് നടന്നു നീങ്ങുന്ന ബിഷപ്പുമാരോട് അനുകമ്പ കാണിച്ചാൽ തങ്ങളും നോട്ടപ്പുള്ളികളാകും എന്നവർക്ക് കൃത്യമായി അറിയാമായിരുന്നു. ഇവിടെയാണ് നമ്മൾ ആശയങ്ങളും നിയമങ്ങളും തമ്മിലുള്ള സംഘർഷം കാണുന്നത്. അതായത് ഒരു ഭാഗത്ത് ഭയപ്പെടുത്തുന്ന നിയമം, മറുഭാഗത്ത് അവരുടെ വിശ്വാസം. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. റോമൻ നിയമം ഭയം സൃഷ്ടിച്ച് മനുഷ്യരെ അകറ്റാൻ ശ്രമിച്ചപ്പോൾ ഇവരുടെ വിശ്വാസം സഹാനുഭൂതിയിലൂടെ അവരെ ഒന്നിപ്പിച്ചു. അനന്തരഫലങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഭരണകൂടത്തിന്റെ ഭയപ്പെടുത്തലുകൾക്ക് മുന്നിൽ വഴങ്ങിക്കൊടുക്കില്ല എന്ന അവരുടെ ഉറച്ച തീരുമാനമായിരുന്നു ആ പ്രവൃത്തി. അതൊരു വലിയ രാഷ്ട്രീയമായ ചെറുത്തുനിൽപ്പ് കൂടിയായിരുന്നു. പക്ഷെ ആ ചെറുത്തുനിൽപ്പിന് അവർക്ക് വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. അറസ്റ്റിന് ശേഷം സിർട്ടയിലെ മജിസ്ട്രേറ്റിനു മുന്നിൽ ഇരുവരെയും ഹാജരാക്കുന്നു. അവിടെ വെച്ച് ജെയിംസ് താനൊരു ഡീക്കണാണെന്ന് യാതൊരു സങ്കോചവുമില്ലാതെ ഏറ്റുപറയുന്നു. വലേരിയൻ നിയമപ്രകാരം ഇതൊരു ഉറപ്പായ മരണശിക്ഷയാണ് എന്നോർക്കണം. അതെ. എന്നാൽ മരിയാനസിന്റെ കാര്യത്തിൽ കോടതിക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം ഒരു പുരോഹിതനാണോ എന്ന് ഉറപ്പിക്കാൻ റോമൻ സൈന്യം അദ്ദേഹത്തെ അതിക്രൂരമായി പീഡിപ്പിക്കുന്നു. ചരിത്രരേഖകൾ പറയുന്നതനുസരിച്ച് മരിയാനസിനെ തള്ളവിരലുകളിൽ കെട്ടിത്തൂക്കി കാലുകളിൽ വലിയ ഭാരമുള്ള ഇരുമ്പു കട്ടകൾ കെട്ടിവെച്ചായിരുന്നു പീഡിപ്പിച്ചത്. അതൊരു അത്യന്തം പൈശാചികമായ പീഡനമുറയായിരുന്നു. തള്ളവിരലുകളിൽ മാത്രം തൂക്കിയിടുമ്പോൾ ശരീരത്തിന്റെ മുഴുവൻ ഭാരവും ആ ചെറിയ സന്ധികളിലേക്ക് കേന്ദ്രീകരിക്കും. നിമിഷങ്ങൾക്കകം വിരലുകളുടെ സന്ധികൾ വേർപെടും. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലൂടെ ഒരു വിറയൽ കടന്നുപോകും. അതിനു പുറമെ കാലുകളിൽ ഭാരം കൂടി തൂക്കുമ്പോൾ അതെ, പേശികൾ വലിഞ്ഞു മുറുകുകയും ശ്വാസമെടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ടാകുകയും ചെയ്യും. ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. എന്തിനാണ് റോമൻ സൈന്യം ഒരു കുറ്റസമ്മതത്തിനായി ഇത്രയധികം ശ്രമിക്കുന്നത്? വെറുതെ കൊന്നുകളഞ്ഞാൽ പോരെ? അതൊരു നല്ല ചോദ്യമാണ്. എന്തിനാണ് ഇത്രയും സമയം മെനക്കെടുന്നത്? കാരണം റോമിനു വേണ്ടിയിരുന്നത് വെറുമൊരു മരണമായിരുന്നില്ല, മറിച്ച് ഒരു ആശയത്തിന്റെ പരസ്യമായ കീഴടങ്ങലായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. മരിയാനസിനെ കൊണ്ട് താനൊരു പുരോഹിതനാണെന്നും എന്നാൽ പീഡനങ്ങളെ ഭയന്ന് വിശ്വാസം ഉപേക്ഷിക്കുകയാണെന്നും പറയിപ്പിക്കാനാണ് അവർ ശ്രമിച്ചത്. ജനമധ്യത്തിൽ വെച്ച് അവരുടെ വിശ്വാസങ്ങളെ അപഹസിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അതുവഴി മറ്റുള്ളവർക്കൊരു വലിയ താക്കീത് നൽകാൻ, ഭയം നിലനിർത്താൻ. എന്തായാലും ആ ശാരീരിക പീഡനങ്ങൾക്ക് ശേഷം അവരെ വലിച്ചെറിയുന്നത് ഇരുണ്ട തണുത്തുറഞ്ഞ റോമൻ ജയിലറകളിലേക്കാണ്. അവിടെ പട്ടിണിയും ദാഹവും അവരെ കാർന്നു തിന്നാൻ തുടങ്ങി. എന്നാൽ അവിടെ വെച്ചാണ് ഈ കഥയിലെ ഏറ്റവും സങ്കീർണമായ ഭാഗം തുടങ്ങുന്നത്, അല്ലേ? അതെ. ത്വരിത പീഡനത്തിനും പട്ടിണിക്കും ശേഷം മരിയാനസ് ഒരു ദീർഘനിദ്രയിലേക്ക് വീഴുന്നു. ആ ഉറക്കത്തിൽ അദ്ദേഹം അത്ഭുതകരമായ ചില ദർശനങ്ങൾ കാണുകയാണ്. വളരെ വലുതും പ്രകാശമാനവുമായ ഒരു ന്യായാധിപ പീഠം. അവിടെ സാക്ഷാൽ കാർത്തേജിലെ ബിഷപ്പായിരുന്ന സെന്റ് സിപ്രിയൻ ഇരിക്കുന്നു. സിപ്രിയൻ മരിയാനസിനെ തന്റെ അടുത്തേക്ക് വിളിക്കുകയും വളരെ തെളിഞ്ഞ ഒരു നീരുറവിയിൽ നിന്ന് വെള്ളമെടുത്തു കുടിക്കാൻ നൽകുകയും ചെയ്യുന്നു. അതെ, സമയത്ത് തന്നെ ജെയിംസിനും സമാനമായ ദർശനമുണ്ടാകുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് രക്തസാക്ഷിത്വം വരിച്ച ബിഷപ്പ് അഗാപ്പിയസ് ഒരുക്കുന്ന വലിയൊരു വിരുന്ന്. ആ വിരുന്നിലേക്ക് ചെല്ലുമ്പോൾ റോസാപ്പൂക്കളുടെ കിരീടവും ഈന്തപ്പനയോലയും പിടിച്ച ഒരു കൊച്ചുകുട്ടി വന്ന് ജെയിംസിനോട് പറയുന്നു, എന്തിനാണ് തിടുക്കം കൂട്ടുന്നത്? നാളെ ഞങ്ങളോടൊപ്പം അത്താഴം കഴിക്കും. കൂടെയുണ്ടായിരുന്ന എമിലിയൻ, വിക്ടർ തുടങ്ങിയ മറ്റു സഹതടവുകാർക്കും സമാനമായ ദർശനങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നാണ്
രേഖകൾ പറയുന്നത്. തീർച്ചയായും ഈ ദർശനങ്ങൾ അവരുടെ വരാനിരിക്കുന്ന മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തിൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന വലിയ സ്വീകാര്യതയെക്കുറിച്ചുമുള്ള കൃത്യമായ സൂചനകളായിട്ടാണ് അവർ കണക്കാക്കിയത്. ഒരു നിമിഷം, ഇവിടെ എനിക്ക് യുക്തിപരമായ ഒരു സംശയം ഉന്നയിക്കാതിരിക്കാൻ കഴിയില്ല. അതായത്, നമുക്ക് യാഥാർത്ഥ്യബോധത്തോടെ ഒന്ന് ചിന്തിക്കാം. ദിവസങ്ങളായി ഇരുട്ടറയിൽ കഴിയുന്ന, കടുത്ത പട്ടിണിയും ദാഹവും അനുഭവിക്കുന്ന, സന്ധികൾ വേർപെട്ട് ശാരീരിക വേദനയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന കുറച്ചു മനുഷ്യരാണവർ. അതെ. അങ്ങനെ ഒരവസ്ഥയിൽ മനുഷ്യന്റെ തലച്ചോറ് സ്വയം ആശ്വാസം കണ്ടെത്താൻ സൃഷ്ടിക്കുന്ന വെറും തോന്നലുകൾ അഥവാ ഹാലുസിനേഷൻസ് മാത്രമായിരിക്കില്ലേ ഈ ദർശനങ്ങൾ? പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യൻ വിരുന്നിനെക്കുറിച്ച് സ്വപ്നം കാണുന്നതും ദാഹിച്ചു വലയുന്ന ഒരാൾ തെളിഞ്ഞ നീരുറവയെക്കുറിച്ച് സ്വപ്നം കാണുന്നതും തികച്ചും സ്വാഭാവികമായ ഒരു ശാരീരിക പ്രതിഭാസമല്ലേ? ഇതൊരു ആത്മീയ അനുഭവമാണെന്ന് നമ്മൾ എങ്ങനെ ഉറപ്പിക്കും? വളരെ പ്രസക്തമായൊരു ചോദ്യമാണത്. ആധുനിക സയൻസും മനഃശാസ്ത്രവും ഉപയോഗിച്ച് വിശകലനം ചെയ്താൽ നിങ്ങളീ പറഞ്ഞത് വളരെ ശരിയാണ്. കടുത്ത ശാരീരിക വേദനയും പോഷകാഹാരക്കുറവും ഉറക്കമില്ലായ്മയും അനുഭവിക്കുമ്പോൾ തലച്ചോറിലുണ്ടാകുന്ന രാസമാറ്റങ്ങൾ ഇത്തരം മിഥ്യാദർശനങ്ങൾക്ക് കാരണമാകാം. ജീവശാസ്ത്രപരമായി ഇതൊരു അതിജീവന തന്ത്രം കൂടിയാണ്. അല്ലേ? ദാഹിക്കുമ്പോൾ വെള്ളം സ്വപ്നം കാണുന്നത് സ്വാഭാവികമാണ്. അതെ. എന്നാൽ ഈ സംഭവത്തിന്റെ ചരിത്രപരവും മനഃശാസ്ത്രപരവുമായ മറ്റൊരു വശം നാം കാണാതെ പോകരുത്. ഇവിടെ ഇതൊരു വ്യക്തിപരമായ ഹാലൂസിനേഷൻ എന്നതിലുപരി ആ ജയിലറയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്താണ് എന്ന് നോക്കുക. ഒരു കൂട്ടം മനുഷ്യർ തങ്ങളുടെ സാംസ്കാരികവും വിശ്വാസപരവുമായ പശ്ചാത്തലത്തിൽ നിന്ന് ഈ ദർശനങ്ങൾക്ക് അർത്ഥം കണ്ടെത്തുകയാണ്. ഓ, അതായത് അവർ അത് പരസ്പരം പങ്കുവെക്കുന്നു. കൃത്യമായി. മരിയാനസ് വെള്ളം കണ്ടതും ജെയിംസ് വിരുന്ന് കണ്ടതും വെറും സ്വപ്നങ്ങളായി തള്ളിക്കളയാതെ അതൊരു കൂട്ടായ ആത്മീയ സത്യമായി അവർ മാറ്റിയെടുത്തു. അതായത്, ഈ പങ്കുവയ്ക്കപ്പെട്ട ട്രോമ എങ്ങനെയാണ് ഒരു കൂട്ടം മനുഷ്യർക്ക് മരണത്തെ നേരിടാനുള്ള കൂട്ടായ മാനസിക കവചമായി മാറുന്നതെന്നതാണ് ഇതിലെ അത്ഭുതം. ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. ആ മാനസിക കവചം അവർക്ക് വലിയൊരു ധൈര്യം നൽകിയിട്ടുണ്ടാവും. തീർച്ചയായും. ഈ ദർശനങ്ങൾ നൽകിയ അർത്ഥതലങ്ങൾ അവരുടെ ഭയത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുകയും വരാനിരിക്കുന്ന മരണത്തെ ഒരു ഉത്സവമായി കാണാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്തു. അവർക്ക് ജീവൻ നിലനിർത്താൻ ശാരീരിക ഭക്ഷണമുണ്ടായെന്നില്ല, പക്ഷേ ഈ ദർശനങ്ങൾ അവർക്ക് അതിജീവിക്കാനുള്ള മാനസിക ഇന്ധനമായി മാറിയെന്ന് തന്നെ പറയാം. ആ മാനസിക കവചം എത്രത്തോളം ശക്തമായിരുന്നു എന്ന് അവരുടെ വധശിക്ഷാ സമയത്ത് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. AD 259 മെയ് 6 വധശിക്ഷ നടപ്പാക്കാൻ റോമൻ സൈന്യം പാഗിഡസ് എന്നു പേരുള്ള നദി ഒഴുകുന്ന ഒരു താഴ്വരയാണ് തെരഞ്ഞെടുത്തത്. അതെ, ആരാച്ചാർക്ക് എളുപ്പത്തിൽ കടന്നുപോകാൻ പാകത്തിൽ നദീതീരത്ത് അവരെ വരിവരിയായി നിർത്തി കണ്ണുകൾ മൂടിക്കെട്ടി. ആ നിമിഷത്തിൽ തന്റെ തലവെട്ടാൻ ആരാച്ചാർ വാളോങ്ങി നിൽക്കുമ്പോൾ മരിയാനസ് വളരെ ഉറക്കെ ഒരു പ്രവചനം നടത്തുന്നുണ്ട്. റോമൻ സാമ്രാജ്യത്തിനു നേരെ വരാനിരിക്കുന്ന മഹാമാരികളെയും ദുരന്തങ്ങളെയും കുറിച്ചായിരുന്നു അത്. തങ്ങളെ കൊല്ലുന്ന സാമ്രാജ്യം അധികകാലം നിലനിൽക്കില്ല എന്നയാൾ വിളിച്ചു പറയുകയാണ്. ശരിക്കും ഈ പ്രവചനത്തിന്റെ ചരിത്രപരമായ അനന്തരഫലം വളരെ കൗതുകകരമാണ്. മരിയാനസ് കൊല്ലപ്പെട്ട് തൊട്ടടുത്ത വർഷം, അതായത് AD 260 എന്ത് സംഭവിച്ചുവെന്ന് നമ്മളൊന്ന് നോക്കണം. ഏത് വലേരിയൻ ചക്രവർത്തിയാണോ ഇവരെ കൊല്ലാക്കൊല ചെയ്യാൻ ഉത്തരവിട്ടത്, അതേ വലേരിയൻ പേർഷ്യൻ സാമ്രാജ്യവുമായുള്ള യുദ്ധത്തിൽ ഷാപ്പൂർ ഒന്നാമനെന്ന പേർഷ്യൻ രാജാവിന്റെ പിടിയിലാകുന്നു. വാട്ട്? റോമൻ ചക്രവർത്തി ശത്രുക്കളുടെ പിടിയിലായോ? അത് റോമൻ ചരിത്രത്തിലെ വലിയ നാണക്കേടായിരിക്കുമല്ലോ. വളരെ വലിയ നാണക്കേട്. ഒരു റോമൻ ചക്രവർത്തി ജീവനോടെ ശത്രുക്കളുടെ പിടിയിലാകുന്നത് അതാദ്യമായിട്ടായിരുന്നു. വലേറിയനെ അവർ അതിക്രൂരമായി പീഡിപ്പിച്ചു. ഷാബൂർ രാജാവിന് കുതിരപ്പുറത്ത് കയറാനുള്ള ചവിട്ടുപടിയായി വലേറിയൻ മാറേണ്ടിവന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അവിശ്വസനീയനാണ്. അദ്ദേഹം ചെയ്തതിന്റെ കൃത്യമായ ഫലം അദ്ദേഹം അനുഭവിച്ചു, അല്ലേ? അതെ. പിന്നീട് വലേറിയന്റെ തൊലിയുരിഞ്ഞ് അതിൽ വൈക്കോൽ നിറച്ച് ഒരു ട്രോഫിയായി പേർഷ്യക്കാർ പ്രദർശിപ്പിച്ചു എന്നുകൂടി പറയപ്പെടുന്നുണ്ട്. മരിയാനിസിന്റെ പ്രവചനം അക്ഷരാർത്ഥത്തിൽ സത്യമായി ഭവിച്ചു എന്ന് പിൽക്കാല ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത് ഇതുകൊണ്ടാണ്. ചരിത്രം ചിലപ്പോൾ അങ്ങനെയാണ്. എന്നാൽ ഈ വധശിക്ഷാ സമയത്ത് അവിടെ നടന്ന മറ്റൊരു സംഭവം എന്നെ വല്ലാതെ കുഴപ്പത്തിലാക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കേൾക്കുന്ന നിങ്ങൾക്കും അത് വിശ്വസിക്കാൻ കുറച്ചു ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ്. അമ്മ മേരിയുടെ കാര്യമാണോ? അമ്മ മേരി അവിടെ വന്നിട്ടുണ്ടായിരുന്നു.
സ്വന്തം മകന്റെ കഴുത്തിലേക്ക് വാൾ വീഴുന്നതും അവന്റെ തലയറ്റ ശരീരം നദീതീരത്ത് വീഴുന്നതും ആ അമ്മ നേരിൽ കാണുകയാണ്. ഏത് സാധാരണ അമ്മയും ഇങ്ങനെയൊരു കാഴ്ച കണ്ടാൽ അലറിക്കരയുകയോ ബോധം കെട്ട് വീഴുകയോ ചെയ്യും, അല്ലേ? അതെ, അത് വളരെ സ്വാഭാവികമാണ്. എന്നാൽ മേരി ചെയ്തത് എന്താണ്? അവർ ഓടിച്ചെന്ന് മകന്റെ രക്തം വാർന്നു കിടക്കുന്ന ആ ശരീരത്തെ കെട്ടിപ്പിടിച്ച് ആ ചുണ്ടുകളിൽ ചുംബിച്ചുകൊണ്ട് ഇങ്ങനെയൊരു മകന്റെ അമ്മയാകാൻ കഴിഞ്ഞതിൽ ദൈവത്തിന് നന്ദി പറയുകയും ആഹ്ലാദിക്കുകയുമാണ് ചെയ്തത്. എനിക്കിത് തീരെ മനസ്സിലാകുന്നില്ല. സ്വന്തം മകന്റെ ക്രൂരമായ കൊലപാതകം കണ്ട് സന്തോഷിക്കുന്നൊരമ്മ ഇന്നത്തെ കാലത്ത് നമുക്ക് സങ്കൽപ്പിക്കാൻ പോലും ആകില്ലേത്. ഇതിനെ ഒരുതരം മാനസിക വിഭ്രാന്തിയായിട്ടല്ലേ കാണാൻ കഴിയൂ? എന്തിനാണവരങ്ങനെ പ്രതികരിച്ചത്? ഇന്നത്തെ നമ്മുടെ ചിന്താഗതി വെച്ച് നോക്കുമ്പോൾ അതൊരു വിചിത്രമായ അല്ലെങ്കിൽ അസ്വാഭാവികമായ പ്രതികരണമായി ഉറപ്പായും തോന്നും. എന്നാൽ അതിനെ ആ കാലഘട്ടത്തിന്റെ, അതായത് ആദ്യകാല ക്രിസ്ത്യാനികളുടെ ലോകവീക്ഷണത്തിൽ നിന്ന് വേണം നാം മനസ്സിലാക്കാൻ. അതായത് അവരുടെ ചിന്താഗതി തികച്ചും വ്യത്യസ്തമായിരുന്നു എന്നാണോ? തീർച്ചയായും. അക്കാലത്ത് അവർക്കിടയിൽ രക്തസാക്ഷിത്വം എന്നതൊരു പരാജയമോ ജീവിതത്തിന്റെ അവസാനമോ ആയിരുന്നില്ല. മറിച്ച് ഒരാൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ബഹുമതിയായിരുന്നു അത്. ഇത് ഇന്നത്തെ കാലത്തെ ഒരു ഉദാഹരണവുമായി നമുക്ക് താരതമ്യം ചെയ്യാം. രാജ്യത്തിനു വേണ്ടി യുദ്ധമുഖത്ത് ജീവൻ ബലിയർപ്പിക്കുന്ന ഒരു പട്ടാളക്കാരനെക്കുറിച്ച് ചിന്തിക്കുക. ആ പട്ടാളക്കാരന്റെ മരണം ഒരു ത്യാഗമായി നമ്മൾ കാണുന്നു. അതെ, അയാളുടെ കുടുംബം ആ മരണത്തിൽ ദുഃഖിക്കുമ്പോഴും രാജ്യത്തിനു വേണ്ടി ജീവൻ നൽകിയ ധീരനായ മകനെ ഓർത്ത് അവർ അഭിമാനിക്കുന്നുണ്ടല്ലോ. ഭരണകൂടം അതൊരു ആഘോഷമാക്കുന്നു. ആദ്യകാല ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം രക്തസാക്ഷിത്വം ഇതിന് സമാനമായിരുന്നു. ഇത് തങ്ങളുടെ ആത്മീയ സാമ്രാജ്യത്തിനു വേണ്ടിയുള്ള ത്യാഗമായിരുന്നു എന്നു മാത്രം. ഓ, അതായത് സാധാരണ മരണം പ്രാപിക്കുന്നവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കാത്തിരിക്കേണ്ടി വരുമെന്നും, എന്നാൽ രക്തസാക്ഷികൾ മരണത്തിന്റെ നിമിഷം തന്നെ നേരിട്ട് ദൈവത്തിന്റെ അടുത്തേക്ക് ഉയർത്തപ്പെടുമെന്നും അവർ വിശ്വസിച്ചിരുന്നു. കൃത്യം. അതിനാൽ മേരി എന്ന ആ അമ്മ കണ്ടത് മകന്റെ പരാജയമല്ല, മറിച്ച് വലിയൊരു സാമ്രാജ്യത്തിന്റെ ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കാതെ അവൻ നേടിയ ഏറ്റവും വലിയ വിജയമാണ്. ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം ആ രക്തം അനശ്വരതയിലേക്കുള്ളൊരു പാസ്പോർട്ടായിരുന്നു. പുരാതന ചരിത്രകാരനായ സെന്റ് അഗസ്റ്റിൻ ഇവരെ പിന്നീട് മക്കാബിയരുടെ അമ്മയോട് ഉപമിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. വളരെ മനോഹരമായി ആ ആശയത്തെ നിങ്ങൾ വ്യക്തമാക്കി തന്നു. ഭൗതികമായ മരണത്തിനപ്പുറം അവർ കണ്ട ആത്മീയമായ അർത്ഥതലങ്ങൾ എന്തായിരുന്നുവെന്ന് ഇപ്പോൾ നന്നായി മനസ്സിലാകുന്നുണ്ട്. ശരിക്കും അവരുടെ ലോകം നാം കാണുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. ഇനി നമുക്ക് ഈ ചരിത്രയാത്രയുടെ മറ്റൊരു അവിശ്വസനീയമായ ഭാഗത്തേക്ക് കടക്കാം. എന്താ? തീർച്ചയായും. ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് ന്യൂമീഡിയയിലാണ്, അതായത് വടക്കൻ ആഫ്രിക്കയിൽ. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം മരിയാനസിന്റെയും ജെയിംസിന്റെയും ഭൗതിക ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ യൂറോപ്പിലേക്ക് കൊണ്ടുപോകപ്പെട്ടു. ഇന്ന് ഇറ്റലിയിലെ അംബ്രിയ പ്രവിശ്യയിലുള്ള ഗൂബിയോ എന്ന നഗരത്തിലെ കത്തീഡ്രലിലാണ് അവ സൂക്ഷിച്ചിരിക്കുന്നത്. നിങ്ങളിതൊന്ന് ആലോചിച്ചു നോക്കൂ. വടക്കൻ ആഫ്രിക്കയിലെ ആർക്കും വേണ്ടാതെ നദീതീരത്ത് വെട്ടിക്കൊല്ലപ്പെട്ട രണ്ട് സാധാരണ മനുഷ്യർ, ഒരു വായനക്കാരനും ഒരു ഡീക്കനും. അവരിന്ന് ഇറ്റലിയിലെ ഒരു നഗരത്തിന്റെ സംരക്ഷകരായ വിശുദ്ധരായി മാറുന്നു. ഭൂമിശാസ്ത്രപരമായ അതിരുകൾ ഭേദിച്ച് എങ്ങനെയാണിത് സംഭവിക്കുന്നത്? സംസ്കാരങ്ങളെ കൂട്ടിയിണക്കുന്നതിൽ ഇത്തരം ചരിത്രങ്ങൾക്കെന്താണ് പങ്ക്? ലോകചരിത്രത്തിൽ ആശയങ്ങളും ത്യാഗങ്ങളും എങ്ങനെയാണ് അതിരുകൾ കടന്ന് സഞ്ചരിക്കുന്നതെന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നാണത്. ആദ്യകാല സഭയെ സംബന്ധിച്ചിടത്തോളം ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്ക് വലിയ പ്രസക്തിയുണ്ടായിരുന്നില്ല. ഒരു കാലത്ത് യൂറോപ്പ് മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന സാമ്രാജ്യമാണ് ഇവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. എന്നാൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ആ റോമൻ സാമ്രാജ്യം തകർന്ന് തരിപ്പണമായി. അതെ, സാമ്രാജ്യങ്ങൾ തകർന്നു. പക്ഷേ ഇവരുടെ ഓർമ്മകൾ മെഡിറ്ററേനിയൻ കടൽ കടന്ന് യൂറോപ്പിലേക്കെത്തി. കൃത്യമായി. യൂറോപ്പിലെ ജനത ഇവരെ തങ്ങളുടെ സ്വന്തം സംരക്ഷകരായി ഏറ്റെടുത്തു. ആഫ്രിക്കയിൽ നടന്ന ത്യാഗം ഇറ്റലിയിലെ ജനങ്ങളുടെ സാംസ്കാരികവും ആത്മീയവുമായ ചരിത്രത്തിന്റെ ഭാഗമായി മാറി. ധീരതയ്ക്കും ആത്മീയതയ്ക്കും ദേശമോ ഭൂഖണ്ഡങ്ങളോ അതിരുകളാകുന്നില്ല എന്നതിന്റെ വലിയൊരു തെളിവാണിത്. ഒരു ഭരണകൂടം ആരെയാണോ ചരിത്രത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ നോക്കിയത്, അവരെക്കൊണ്ട് തന്നെ പുതിയൊരു ഭൂഖണ്ഡത്തിന്റെ ചരിത്രം എഴുതിക്കുകയാണ് കാലം ചെയ്തത്. ശരിക്കും അത്ഭുതപ്പെടുത്തുന്നൊരു ചരിത്രവഴിയാണത്. കാരുണ്യത്തിന്റെ പേരിൽ അറസ്റ്റിലായി വിവരിക്കാനാവാത്ത പീഡനങ്ങളെ ആത്മീയ ദർശനങ്ങൾ കൊണ്ട് നേരിട്ട് മരണത്തെ പുഞ്ചിരിയോടെ പുൽകിയ മരിയാനസിന്റെയും ജെയിംസിന്റെയും കഥ
കേവലമൊരു ചരിത്ര സംഭവം മാത്രമല്ല, അത് അധികാരത്തിന്റെ അഹങ്കാരങ്ങൾക്കു മുന്നിൽ തളരാത്ത മനുഷ്യ മനസ്സിന്റെ വലിയൊരു തെളിവുകൂടിയാണ്. അതെ, ഇരുട്ടിലകപ്പെടുമ്പോഴും വെളിച്ചം സ്വപ്നം കാണാനും അതിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ട് പ്രതിസന്ധികളെ നേരിടാനുള്ള മനുഷ്യന്റെ കഴിവിനെ കൂടിയാണ് ഈ ചരിത്രം നമുക്ക് കാട്ടിത്തരുന്നത്. ശരിയാണ്. ഈ അന്വേഷണം നാം അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾ ആ പാഗിഡസ് നദീതീരത്ത് വാളേന്തി നിന്ന ആരാച്ചാരെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. അയാൾക്ക് മരിയാനസിനോടോ ജെയിംസിനോടോ യാതൊരു വ്യക്തിപരമായ വിരോധവും ഉണ്ടായിരുന്നില്ല. അയാൾ തന്റെ മേലധികാരികൾ പറഞ്ഞ ജോലി ഒരു യന്ത്രത്തെപ്പോലെ ചെയ്തു തീർക്കുകയായിരുന്നു. തന്റെ മൂർച്ചയേറിയ വാളുകൾ കൊണ്ട് ആ മനുഷ്യരുടെ കഥ അവിടെ അവസാനിപ്പിക്കാമെന്ന് അയാൾ കരുതി കാണും. അതെ, അവരെ ചരിത്രത്തിൽ നിന്ന് പൂർണ്ണമായും ഇല്ലാതാക്കാമെന്നയാൾ വിശ്വസിച്ചിട്ടുണ്ടാകും. പക്ഷേ അധികാരത്തിന്റെ വിരോധാഭാസം നോക്കൂ. ആ വാൾവെട്ടുകൾ മരിയാനസിനെയും ജെയിംസിനെയും ഇല്ലാതാക്കുകയല്ല ചെയ്തത്, മറിച്ച് അവർക്ക് ചരിത്രത്തിൽ അനശ്വരത നൽകുകയാണ് ചെയ്തത്. ആ ആരാചാരുടെ പേരോ അവർക്ക് ശിക്ഷ വിധിച്ച മജിസ്ട്രേറ്റിന്റെ പേരോ ഇന്ന് ആർക്കും ഓർമ്മയില്ല. എന്നാൽ അയാളുടെ ഇരകളുടെ പേരുകൾ, അവരുടെ ത്യാഗങ്ങൾ നൂറ്റാണ്ടുകൾക്കിപ്പുറവും നമ്മൾ സ്മരിച്ചുകൊണ്ടേയിരിക്കുന്നു. അധികാരം അതിന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഒരു ശബ്ദം ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ആ ശബ്ദം കൂടുതൽ ഉച്ചത്തിൽ ലോകം മുഴുവൻ പ്രതിധ്വനിക്കുന്ന വിത്തുകളായി മാറുന്നു എന്നത് എത്ര അത്ഭുതകരമാണല്ലേ? നിങ്ങളിതൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ആഴത്തിലുള്ള അന്വേഷണത്തിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്നതിന് വലിയ നന്ദി. ആ വാൾവെട്ടുകൾ നൽകിയ അനശ്വരതയുടെയും അതിജീവനത്തിന്റെയും ചിന്തകളോടെ നമുക്കിന്ന് വിടവാങ്ങാം. അടുത്ത ചർച്ചയിൽ വീണ്ടും കാണാം.